എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റംബൂട്ടാൻ കൃഷിയെക്കുറിച്ചാണ്. അതിൻ്റെ പൂവിടൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. നമ്മളുടെ ശരിക്കും ഫെബ്രുവരി ആദ്യം തന്നെ പൂത്തു തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഒരു സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ മാർച്ച് അവസാനത്തോടുകൂടി എല്ലാം പൂത്ത് അവസാനിക്കുന്നതാണ്. കായ്കളൊക്കെ ആയി തുടങ്ങും. മാർച്ച് അവസാനം കഴിയുമ്പോഴേക്കും കായ്കളായി തുടങ്ങും. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മളും അത് പ്രതീക്ഷിച്ചിരുന്നു. ഫെബ്രുവരി ആദ്യം തന്നെ പൂത്തു തുടങ്ങി. അപ്പോൾ ആ കായ്കളൊക്കെയാണ് ഈ കാണുന്നത്. ഫെബ്രുവരി ആദ്യം പൂത്തതൊക്കെ ഈ മരങ്ങളിലേക്ക് കായ് പിടിച്ചു. പിന്നെ വന്നിട്ട് ഇതിൻ്റെ താഴേക്ക് വന്നിട്ട് പകുതിയോളം പൂക്കാനായിട്ടുണ്ടായിരുന്നു. ആ ഭാഗം ശരിക്കും പൂത്തു തുടങ്ങിയപ്പോഴേക്കും നമ്മളുടെ മാർച്ച് പകുതിയോടുകൂടി പതുക്കെ ചെറുതായിട്ട് പൂത്തു തുടങ്ങി. ആ ടൈമിൽ തന്നെ മഴയായിട്ട് കൂടുതലായിട്ട് പെയ്യാൻ തുടങ്ങി. ഒരു 5-8 മഴ. ഇപ്പോൾ ഇന്നലെയും കൂടി നല്ല മഴയായിരുന്നു. ഇപ്പോൾ മാർച്ച് മാസം ഇങ്ങനെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിക്ക് ഭയങ്കരമായ നാശമാണ്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പൂത്തു വരുമെന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ല. കാരണം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മളുടെ ഒരു തളിര് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂത്ത് വരാറാണ് പതിവ്. അപ്പോൾ ഈ പ്രാവശ്യം തളിരിട്ട് അതിനുശേഷം മൂത്ത് വരുന്ന സമയത്താണ് മാർച്ച് പകുതിയോടുകൂടിയാണ് അത് ശരിക്കും പൂക്കാനായിട്ട് തുടങ്ങുന്നത്. രണ്ടാമത്തെ സെക്ഷൻ 2 പ്രാവശ്യമായിട്ടാണ് പൂത്ത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് നോക്കിയറിയാം, ഇവിടെയൊക്കെ ശരിക്കും പൂക്കേണ്ട സംഗതികളായിരുന്നു. അവിടെയൊക്കെ തളിരിട്ടു. ഇതിൽ കുറച്ച് ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം. കണ്ട, ഇതൊക്കെ പൂത്ത് തുടങ്ങിയതായിരുന്നു. കണ്ട, ഇത് മുട്ടുകളാണ് പൂവിൻ്റെ. ഈ മുട്ടുകളാണ് ബാലൻസ്. അപ്പോൾ ഈ മഴയോട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് തളിരിട്ടു വീണ്ടും. ഇനിയിപ്പോൾ ഈ തളിര് മൂത്ത് പൂക്കുമെന്നുള്ളത് നമുക്ക് ഒരു ധാരണയില്ല. പൂത്ത് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഏകദേശം അതുപോലെയാണ് ഇപ്പോൾ മിക്ക മരങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ മരത്തിൽ അത്യാവശ്യം പൂത്തിട്ടുണ്ട്. ആദ്യം തന്നെ പൂത്തിരുന്നു. മറ്റുള്ള മരങ്ങളിൽ നമുക്ക് നന്നായിട്ട് ആ മരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുകൾ ഭാഗത്തൊക്കെ പൂത്ത് തുടങ്ങിയായിരുന്നു. ഈ താഴേക്ക് പൂത്ത് വരേണ്ട ടൈമായിരുന്നു. ആ ടൈമിലാണ് ഇപ്പോൾ മഴ നന്നായിട്ട് പെയ്തിരിക്കുന്നത്. മറ്റൊന്ന് 2 മരം കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുക എന്താ സംഭവിച്ചതെന്നുള്ളത്. ഇനിയപ്പോൾ മഴ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൂത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ മഴ നിൽക്കുന്നില്ല. ഇപ്പോൾ 1.5 ആഴ്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മഴ പെയ്യും, പിറ്റേ ദിവസം വെയിൽ, അത് കഴിഞ്ഞ് പിന്നെയും മഴ പെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് പൂക്കില്ല. ഇതിപ്പോൾ മഴ നിൽക്കാനും സാധ്യത കാണുന്നില്ല. എല്ലാ ദിവസവും തന്നെ അങ്ങനെയാണല്ലോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ തളിരിട്ട വേറൊരു ചെടി കൂടി കാണിച്ചു തരാം. ഈ മരത്തിൻ്റെ തളിരിട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് പൂത്ത് വന്നതാണ്. ശരിക്കും ഇത് നല്ല രീതിയിൽ പൂത്ത് കിട്ടണ്ടായിരുന്നു നമുക്ക്. കാരണം ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയതായിരുന്നു. മുകളിലേക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് തളിരും അതുപോലെ പൂത്തുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ഫെബ്രുവരി ലാസ്റ്റോടുകൂടിയൊക്കെ പൂത്തതാണ് ഈ കാണുന്നത്. മുട്ടിട്ടത് ബാലൻസൊക്കെ തളിരായിട്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ പൂവ് കാണുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് തളിരിട്ട് പോയി. ഇത് ഈ മഴ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും എന്താ സംഭവിക്കുന്നതെന്നെങ്കിലും അറിയാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ നന കൂടുമ്പോഴാണ് തളിരിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ നനയൊക്കെ ക്രമീകരിച്ച് സാധാരണ പൂത്ത് നമുക്ക് കിട്ടാറുള്ളതാണ്. ഇതിൻ്റെ താഴേക്കൊക്കെ പൂത്ത് വന്നു തുടങ്ങിയതായിരുന്നു. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ബാലൻസ് തളിര് വിട്ടു. ഞാൻ ഈ മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും പൂത്തതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയായി. ഇനി നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. സാധാരണ ചെടികളിൽ പൂക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ നീളത്തിൽ തിരിയിടാൻ വേണ്ടിയാണ് ഇങ്ങനെ നീളത്തിൽ വരുന്നത്. ഇതൊക്കെ അതുപോലെ വന്നതായിരുന്നു. പിന്നെ വന്നത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നേരെ അത് തളിരായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിപ്പോവാണ്. ഈ സൈഡിലൊക്കെ ഇവിടെ എല്ലാം അതുപോലെ തന്നെയായി. ഈ കാണുന്നതൊക്കെ പൂക്കേണ്ട ഇതായിരുന്നു. ഈ ഭാഗത്ത് ചിലത് 1-2 അങ്ങനെ പൂത്തും വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ
കുറച്ചൊക്കെ ഒരു പകുതിയോളം കായായിട്ടുണ്ട്. മരത്തിൻ്റെ പകുതി ഭാഗത്ത് ആണ് കായകൾ വന്നിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട്. ബാക്കിയുള്ളത് പൂത്തിട്ടില്ല. അപ്പോൾ ഇനിയും ഒരു മാർച്ച് ഏപ്രിൽ പകുതിയോടുകൂടി നമ്മൾ പകുതി വരെ നോക്കാം. അതിനുശേഷം SOP അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഫെബ്രുവരി ആദ്യം തന്നെ, ജാനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യം തന്നെ പൂത്തതാണ്. അതൊക്കെ കായായി തുടങ്ങി. ജസ്റ്റ് കാണിച്ചു തരാം. കായൊക്കെ ഒരുവിധം വലുതായി തുടങ്ങി. ഇതുപോലെ ആദ്യം മുകൾ ഭാഗമാണ് ഏറ്റവും ആദ്യമായിട്ട് പൂത്ത് വന്നിരുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ പറഞ്ഞ വിട്ട് തളിരുമായിപ്പോയി. മുകളിൽ കായയായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ മരങ്ങളൊക്കെ പൂത്ത് നല്ല തേനീച്ചയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. ചില മരങ്ങൾ നന്നായിട്ട് പൂത്തുണ്ട്. ചിലത് ഈ പറഞ്ഞ പകുതി മരങ്ങളാണ് പ്രശ്നം. ഇതൊക്കെ അത്യാവശ്യം പൂത്ത് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.